നമുക്ക് ഈ രണ്ട് കണ്ണുകൾ തന്നെയല്ലേ ജീവിതം മുഴുവൻ യൂസ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദോസ് ഐസ്. വി നീഡ് ദ വിഷൻ ത്രൂ ഔട്ട് അവർ ലൈഫ്സ് അല്ലെ. ജീവിതം മുഴുവൻ നമുക്ക് കാഴ്ച വേണ്ടേ. പിന്നെ ഈ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് എല്ലാവർക്കും ഫ്രം സ്റ്റുഡൻസ് ടു എവ്രിബഡി ദർ ഇസ് നോ ഏജ് ബാർ. എവ്രിബഡി യൂസസ് ദീസ് ഗാഡ്ജറ്റ്സ് അല്ലെ. നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പ്യൂട്ടറാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. വി ഹാവ് ടു മെയിൻറ്റെയിൻ സം ഐ ഹൈജീൻ ആണ്. അപ്പോഴല്ലേ നമുക്ക് കാഴ്ച എപ്പോഴും നിലനിർത്താൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ഐ ഹെൽത്ത് ഓൾസോ അലോങ് വിത്ത് അവർ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, പല എമോഷണൽ ഹെൽത്ത് ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒപ്പം ഈവൻ ഐ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് ഈ ഡൂസ് ആൻഡ് ഡോൺസ് പറയുമ്പോൾ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ കമ്പ്യൂട്ടറാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അല്ലെ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാപ്പൺ ടു എനിബഡി നൗ താങ്ക്സ് ടു ദ മൊബൈൽ യൂസ്. ആദ്യം നമുക്ക് ഓൺലി IT പ്രൊഫഷണൽസ് അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം കണ്ടുപിടിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ എനിബഡി ക്യാൻ ഹാവ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അതായത് നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യണത് ഗാഡ്ജറ്റ്സ്, എങ്ങനെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യണതോ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യണതോ പടങ്ങൾ കാണണതോ ഇതൊക്കെ ചെയ്യും അലോങ് വിത്ത് ദ വർക്ക്, അലോങ് വിത്ത് ദ സ്റ്റഡീസ്. പിന്നെ അതല്ലാത്ത ഇങ്ങനത്തെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട് ഞങ്ങൾക്ക് മൊബൈലിലും കമ്പ്യൂട്ടറിലും. അങ്ങനെ ആവുമ്പോൾ നല്ല പോലെ കണ്ണിലെ ഡ്രൈനെസ് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് വെൻ വി ആർ ലുക്കിംഗ് അറ്റ് എനി മോണിറ്റർ ആൻഡ് സ്മോളർ ദ മോണിറ്റർ ദ സ്ട്രെയിൻ ഈസ് മോർ. അപ്പൊ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വി ഡോണ്ട് ബ്ലിങ്ക്. അതായത് നമ്മൾ കണ്ണിങ്ങനെ അടയ്ക്കണതോ തുറക്കണതോ അത് നമ്മൾ ചെയ്യത്തില്ല. വി ആർ ജസ്റ്റ് സ്റ്റെയറിങ് അറ്റ് ദ സ്ക്രീൻ. അപ്പോൾ അങ്ങനെ ഒരു ക്രോണിക് സ്റ്റെയറിങ് വരുമ്പോൾ ദിൽ ബി ഡ്രൈനെസ് ഇൻ ദ ഐസ്. അതപ്പോ അങ്ങനെ കണ്ണിലെ ഒരു എരിച്ചില്, പുകച്ചില്, പിന്നെ ഒരു തരി എന്തോ മണൽ തരി ഉള്ള പോലെ എന്ന് ചിലർ പറയും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റില്ല എന്ന് ചിലർ പറയും. ഇതൊക്കെ സിംറ്റംസ് ഓഫ് ഡ്രൈനെസ് ആണ്. അതല്ലാത്ത നമുക്ക് ഷോർട്ട് സൈറ്റ്, അതായത് എപ്പോഴും നമ്മൾ നിയർ വിഷൻ മാത്രം യൂസ് ചെയ്യണത് കൊണ്ട് വി ആർ നോട്ട് യൂസിങ് ദ ഡിസ്റ്റൻസ് വിഷൻ അറ്റ് ഓൾ. എപ്പോഴും നമ്മൾ വി ആർ ജസ്റ്റ് സ്റ്റെയറിങ് അറ്റ് ദ സ്ക്രീൻ, വെദർ ഇറ്റ് ഇസ് സ്മോൾ സ്ക്രീൻ ഓർ ദ ബിഗ് സ്ക്രീൻ. അപ്പോൾ ഷോർട്ട് സൈറ്റ് വരാൻ സാധ്യതയുള്ളതാണ്. And post-COVID, I have to mention, lots of students, lots of kids have become myopic. They are all using spectacle glasses. പേരൻസിന് ഉണ്ടാവത്തില്ല ഗ്ലാസസ്, പക്ഷെ പിള്ളേർക്ക് ഉണ്ടാവും. അങ്ങനെയാണ്. അതല്ലാത്ത നെക്ക് പെയിൻ വരാം, കൈയിൻ്റെ ഇത് വരാം, ഇവിടെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ചെറുപ്പത്തിൽ തന്നെ വരാം, വിച്ച് യൂസ് ടു കം ഇൻ ദ ഓൾഡർ ഏജ്. ഇപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ സംഭവിക്കാം ബിക്കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ്, ബിക്കോസ് ഓഫ് ദ പോസ്ചർ. പിന്നെ കൈവിരലുകളുടെ നല്ല വേദന, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആൻഡ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ സ്മോളർ ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഈ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെൻ വി ഹാവ് ടു യൂസ് ദ ഗാഡ്ജറ്റ്സ്, നമുക്ക് അസൈൻമെന്റ് കാണാം, ഇല്ല നമ്മുടെ വർക്ക് റിലേറ്റഡ് ആവാം, ഗോ ഫോർ എ ബിഗർ സ്ക്രീൻ. അതായത് നമ്മൾ മൊബൈലിൽ തന്നെ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാം, പക്ഷെ പറ്റുന്നത് നമ്മൾ വലിയ സ്ക്രീന് യൂസ് ചെയ്യാം. ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഇല്ല ബിഗർ മോണിറ്ററോ. പടം കാണണമെങ്കിൽ TV-യിലെ കാണാം, മൊബൈലിൽ കാണുന്നത് യൂസ് എ ബിഗർ സ്ക്രീൻ. അപ്പോൾ അത്ര സ്ട്രെയിന് നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ മിനിമം യൂസ് ഓഫ് ഗാഡ്ജറ്റ്സ് ആണ് പറയണത്, എസ്പെഷ്യലി ഇൻ ദ കിഡ്സ്. ദ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് need to be encouraged because there are several studies which prove that outdoor activities decrease the incidence of myopia. അതായത് ഇത് പുറത്തു പോയി കളിക്കുന്ന കുട്ടികളിലും എപ്പോഴും വീട്ടിൻ്റെ അകത്ത് ഈ TV-യോ മൊബൈലോ ഐപാഡൊക്കെ വെച്ചുകൊണ്ട് കളിക്കുന്ന പിള്ളേരോട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ പുറത്തു പോയി കളിക്കുന്ന കുട്ടികൾക്ക് ഷോർട്ട് സൈറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നീഡ് ടു ബി എൻകറേജ്. പിന്നെ പറഞ്ഞ പോലെ ആൻഡ് ദ ലെവൽ ഓഫ് ദ സ്ക്രീൻ ഷുഡ് ബി ഓൾവേസ് ഹയർ. ആക്ച്വലി നമ്മൾ യൂഷ്വലി ഇങ്ങനെ താഴെ നോക്കിയിട്ടാണ് ഇത് ഒക്കെ ചെയ്യണേ. മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ്, ടാബ് ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അറ്റ് എ ഹയർ ലെവൽ. അങ്ങനെയാണ് അത് വേണ്ടത്. ഒരു മിനിമം ഡിസ്റ്റൻസും വേണം. പിന്നെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നെങ്കിൽ നമ്മൾ സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യണം. കറക്റ്റീവ് ഗ്ലാസ്സസ് എന്ന് പറയും, കറക്റ്റ് ആയിട്ടുള്ള പവറിൻ്റെ ഗ്ലാസ്സസ് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ പല ഇതുണ്ട്, ബ്ലൂ ബ്ലോക്ക് അങ്ങനത്തെ പറഞ്ഞ ചില കോട്ടിംഗ് ഒക്കെ ഉണ്ട്, സയന്റിഫിക്കലി നോട്ട് പ്രൂവ്ഡ്. പക്ഷെ ഇഫ് ദേ വോണ്ട് ദേ ക്യാൻ ഗോ വിത്ത് ദാറ്റ്.
And as I told you, and take a break after every 1 hour of computer use or the mobile use. ഒരു 5 minute ഒരു ബ്രേക്ക് എടുത്തിട്ട് കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. അപ്പൊ then you continue with your work. And use of lubricant eye drops whenever there is dryness, that is also very good. അപ്പൊ ഇങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. Then things should be okay. Ideally, at least after age of 40. പിന്നെ സ്കൂളിൽ ഇപ്പോൾ സ്കൂൾ സ്ക്രീനിങ് ക്യാമ്പ്സ് ഒക്കെ നടത്താറുണ്ടല്ലോ. അപ്പോൾ അതും ഇയർലി വൺസ് എന്നാലും ചെയ്യണം. ബിക്കോസ് ആസ് ഐ ടോൾഡ് യു നൗ എവറിബഡി യൂസസ് ദ ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഇൻക്ലൂഡിങ് ദ സ്റ്റുഡൻസ്, വാട്ട് ഐ സജസ്റ്റ് ഈസ് the parents should get their kids just before the summer vacation gets over. അതായത് ഒരു 2 weeks before the vacation gets over, at the school reopens, കൊണ്ടുവന്ന് കണ്ണിന്റെ ടെസ്റ്റ് ചെയ്ത. അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വി ക്യാൻ ഗീവ് ദം കറക്റ്റീവ് ഗ്ലാസ്സസ്. അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ദേ ക്യാൻ ഗോ ബാക്ക് ടു ദ സ്കൂൾ എന്നാണ്. പിന്നെ ആഫ്റ്റർ 40 years ഐഡിയലി എവ്രിബഡി ഷുഡ് ഗെറ്റ് ദർ ഐസ് ചെക്ക് എവറി ഇയർ. അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നാലും കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യണം, കണ്ണിന്റെ പ്രഷർ നോക്കണം, പവർ ചെക്ക് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ബാലൻസ്ഡ് ഡയറ്റ് ആണ്, ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണ്. അപ്പോൾ അത് ദേഹത്തിന് നല്ലതല്ലേ പൊതുവെ. അപ്പോൾ ഇറ്റ് അപ്ലൈസ് ടു ഐ ഓൾസോ. നമ്മൾ പ്രത്യേകം നമ്മൾ കണ്ണിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ എന്നാലും ആഗ്രഹിക്കും. എന്താന്ന് വെച്ചാൽ ഓൾ കളേർഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് നമ്മൾ ക്യാരറ്റ് ആയിക്കോട്ടെ, ബീട്രൂട്ട് ആയിക്കോട്ടെ, പപ്പായ ആയിക്കോട്ടെ, മാതളങ്ങ ആയിക്കോട്ടെ, അങ്ങനത്തെ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത് ഏത് ചീരവർഗ്ഗങ്ങളായാലും ലോക്കലായിട്ട് നമുക്ക് സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചീരവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ഈ ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ എന്ന് പറയുന്ന അംശങ്ങളുണ്ട്. അത് കണ്ണിന്റെ ഈ മാക്യുല, അതായത് ഫോക്കസിങ് പോയിന്റിലാണ് ഏറ്റവും അധികം ഉള്ളത് ഇത്. അപ്പോൾ ഇറ്റ് ഷാർപ്പൻസ്, ദീസ് തിങ്സ് ഡു ഹെൽപ്പ് ഇൻ ഷാർപ്പനിങ് ഓർ മെയിൻറ്റെയിനിങ് ദ ഗുഡ് വിഷൻ. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് ഓഫ് കോഴ്സ്. ഏത് ഡോക്ടർ ചോദിച്ചാലും ഇതാണ് പറയണത്, ബാലൻസ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിട്ടാണ്. ആൻഡ് ആസ് ഐ ടോൾഡ് യു, ഓൾ ബ്രൈറ്റ്ലി കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അങ്ങനെയാണ്.